നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു മൊഴി പുറത്തു വരികയും ആ മൊഴിയുമേലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അതായത് ഈ കേസ് ഉയർന്ന സമയം മുതൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ സംഭവം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്താണ്. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അവർ എത്തിയപ്പോഴാണ് പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് മുറുക്കുന്നു, അന്വേഷണം വ്യാപിപ്പിക്കുന്നു, മറ്റ് കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. നമ്മൾ കണ്ട കാഴ്ചയാണ്. ചോദ്യം ചെയ്യാൻ വാടക വീട്ടിലേക്ക് എത്തുന്നു, ചോദ്യം ചെയ്യുന്നു, ശേഷം വീണയെ മകളെ വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നു കഴിഞ്ഞു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയനാണ് PV അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും അദ്ദേഹം അത് തള്ളിയിട്ടുണ്ട്. പിണറായി വിജയൻ ആ ഒരു റിപ്പോർട്ടുകളെ തള്ളിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അത് തുടക്കത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർക്കപ്പെട്ടതാണ്. അതായത് അദ്ദേഹം ആ സ്ഥാനത്ത് വേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ആക്കേണ്ട എന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോഴും അതിനൊരു വിമത സ്വരം ഉയരുന്നുണ്ട്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകേണ്ട, ആ സ്ഥാനത്ത് അദ്ദേഹം തുടരേണ്ടതില്ല എന്നതടക്കമുള്ള ഒരു രണ്ടൊരു പക്ഷം അത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനം നഷ്ടമാകുമോ? അങ്ങനെ ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ പ്രതിപക്ഷ സ്ഥാനം എങ്ങനെയായിരിക്കും? കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണോ പിണറായി? കുറച്ചുനാൾ നീണ്ടു പോകും. ഇത് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഇങ്ങനെ പറയും, വാദങ്ങളും പ്രതിവാദങ്ങളും. അങ്ങനെയാണല്ലോ കേരളത്തില്. ഇതിപ്പോ നമ്മള് വഖഫിന്റെ കാര്യത്തിൽ നിങ്ങളാണ് കുറ്റക്കാർ, ഞങ്ങളല്ല കുറ്റക്കാർ. PMCയുടെ നിങ്ങളാണ് കുറ്റക്കാർ, ഞങ്ങളാണ്. ഈ രണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് രാജിവെക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രതിയായിട്ടില്ല, എന്നെ കൺവിക്ട് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്തതുകൊണ്ട് ഞാൻ പ്രതിയല്ല. 4 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണല്ലോ ചെയ്തു. ഇമാതിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ട് അബൌട്ടറീസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയി കുറച്ചു നാൾ കൂടെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരും. ഇനി ചോദ്യം ചെയ്യുന്ന സമയത്തും മാത്രമല്ല, ട്രയൽ നടക്കുന്ന സമയത്തും അങ്ങനെ ഞാൻ തുടരും. കോടതി തീരുമാനിക്കട്ടെ, വിധി പറയട്ടെ. അതുവരെ ഞാൻ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ 4-5 വർഷം നീട്ടിക്കൊണ്ടു പോകുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും കാണും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒന്നും നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ നടപ്പല്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ലീഗ് കാര്യത്തിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നുള്ള വളരെ സ്വാഗതാർഹമായ നിർദ്ദേശം ഈ കോക്രോച്ച് പാർട്ടി ഒന്നും പറയാതെ തന്നെ പ്രധാനമന്ത്രി നടപ്പാക്കിയതെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ EDയുടെ അന്വേഷണം മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ സമൻസ് അയക്കാനുള്ള നീക്കങ്ങളൊക്കെ അണിയറയിൽ ശക്തമാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കർത്തയുടെ മൊഴി എന്ന രീതിയിൽ പുറത്തു വന്ന വിവരങ്ങളും കൂട്ടി എന്താണ് ഇപ്പോൾ അങ്ങക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? അപ്പൊ ഒടുവിൽ നിവർത്തിയില്ലാതെ ശശിധരൻ കർത്ത നിലവിളിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിരിക്കുക. പിടിച്ചു നിർത്താൻ വേണ്ടി പരമാവധി നോക്കി അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, വെപ്രാളം പിടിച്ചുകൊണ്ട് പോകുന്നു, ഈ കേസ് പരിഗണിക്കരുതെന്ന് പറഞ്ഞു. ഈ നെഞ്ചത്തടി മുഴുവനും പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങേരുടെ പേരെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തനിക്ക്, തൻ്റെ ഭാവിക്ക്, തൻ്റെ കുടുംബത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി ആ മനുഷ്യനെ ബാധിച്ചിരുന്നു. സ്വാഭാവികം. കാരണം ആരാണ്? പിണറായി വിജയനാണ്. ഒന്നിനും മടിക്കാത്ത ആളാണ്. ഹിറ്റ്ലർ ആണ്. അപ്പോൾ സ്റ്റാലിനേക്കാളും കൂടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് തൻ്റെ പ്രതിയോഗിയായിട്ട് വരുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞാൽ അപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ, ഡിലമ്മയിലായിരുന്നു അദ്ദേഹം. നമ്മൾ പറയുന്ന ഒരു catch-22 സിറ്റുവേഷൻ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ശത്രുത, ഗജപക ഇതൊക്കെ ഉണ്ടാവും. പറയാതിരുന്നാലോ താൻ കുഴപ്പത്തില്ല. ഇങ്ങനെ എന്തിന് ഇത്രയും കൊടുത്തു എന്നതിനുള്ള ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്തായാലും പ്രതിക്കൂട്ടിലാവും. ഇത് അദ്ദേഹത്തിനെ പേടിച്ചാണേ ഞാൻ കൊടുത്തതെന്ന് ഇപ്പോൾ അവസാനം സംഭവിച്ചിരിക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആയതുകൊണ്ടാണ് ഞാൻ വീണാ വിജയന് ഇത്രയും തുക പലതരത്തിൽ കൊടുത്തിരുന്നത്. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്പനി കൂടാതെ വേറെ കമ്പനിയിലും വീണാ വിജയന് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ, അതെല്ലാം ഫ്രോഡ് രേഖകളായിരുന്നു
എന്നതിന്റെ രേഖകൾ വിജയനിൽ നിന്ന് തന്നെ ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള തെളിവുകളും പിണറായി വിജയനെ കൊടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുക. പിന്നെ വീണ വിജയൻ കാണിച്ചത് മുഴുവൻ ഫ്രോഡാണെന്ന് തെളിഞ്ഞു. ആ ഫ്രോഡ് മുഴുവൻ കാണിക്കേണ്ടി വന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അധികാര സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഇനിയിപ്പോ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തിന് നഷ്ടം വരുത്തുന്ന തരത്തിൽ ഉള്ള ഇളവുകൾ ശശിധരൻ കർത്ത CMRLന്റെ മേധാവിക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമാണത്. ആ ഒരു ക്വസ്റ്റിനുള്ള ഉത്തരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇതിലെ പ്രധാന പ്രതിയായിട്ട് മാറും. ആ തരത്തിലൊരു പരിവർത്തനം ഉണ്ടാവും. അദ്ദേഹത്തിന് കേസിനെ നേരിടേണ്ടി വരും. അദ്ദേഹം പിടിച്ച് ജയിലിലിടുമോ എന്ന് അറിയില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ വരാം. ഒരു മര്യാദയൊക്കെ കാണിക്കും. കാരണം ഇത്രയും സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിയമത്തിൽ പറയുന്നതിനപ്പുറമുള്ള ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെ ചോദ്യം ചെയ്യാതെ. അങ്ങനെ നമ്മളെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്തരം പരിഗണനകൾ ഇല്ലാതെ കണ്ട് കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയത്തിന് അങ്ങനെ ചില പരിഗണനകളുണ്ട്. നമുക്കൊന്നും കിട്ടാത്ത ചില പരിഗണനകൾ കിട്ടും, സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പൊ അതാണ് ഇതിനൊരു കാലതാമസം വരുന്നത്. ശശിധരൻ കർത്ത ഒടുവിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. അത്തരം ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ ED വിജയിച്ചിരിക്കുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിരിക്കുന്നു. ആ ഉത്തരം പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു നിലയിലേക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് ED അദ്ദേഹത്തിനെ എത്തിച്ചു. എങ്ങനെ? നമ്മൾ കണ്ടതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ, കൊടുത്ത പണത്തിന്റെ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ കാര്യങ്ങൾ മുഴുവൻ വസ്തുതാപരമായിട്ട് തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതെന്തിനു പോയി? അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളും അവിടെ ഹാജരാക്കിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന ഡിജിറ്റലായിട്ടുള്ള കമ്പനിക്കുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ എക്സാലോജിക് കമ്പനിയിൽ നിന്ന് CMRLന് കിട്ടിയിട്ടില്ല എന്നുള്ളതും വെളിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ശശിധരൻ കർത്തയോ അദ്ദേഹത്തിന്റെ മക്കളോ പറഞ്ഞതാവണമെന്നില്ല, പറഞ്ഞതല്ല എന്നും പറഞ്ഞുകൂടാ. മറിച്ച് ആ കമ്പനിയുടെ തന്നെ സാങ്കേതിക വിഭാഗത്തിൽ, IT വിഭാഗത്തിൽ ഒക്കെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും അവരുടെ ഡിജിറ്റലായിട്ടുണ്ടായിരുന്ന തെളിവുകളിൽ നിന്നും, അതായത് അവരുടെ ഡേറ്റ, സോഫ്റ്റ്വെയർ ഡേറ്റ, അതിൽ നിന്നും കളക്ട് ചെയ്ത എവിഡൻസ് ആണ്. അപ്പൊ ഇങ്ങോട്ടൊരു സഹായവും കിട്ടാതെ അങ്ങോട്ട് ഇത്രയും കൊടുത്തിരിക്കുന്നു. അതേ ടാക്സ് കൊടുക്കാതിരിക്കുന്നത് ടാക്സ് പിടിച്ച് വാങ്ങിച്ച് ഇൻകം ടാക്സും പോയിരിക്കും.